ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ചൂട് കാലത്ത് അതുപോലെ നോമ്പ് മുറിക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു പാൻ എടുക്കുക, ഇതിലേക്ക് അരക്കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ 2 വിസിലൊക്കെ വന്ന് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് വേവിച്ചപ്പോൾ ഉണ്ടായ ഒരു വെള്ളം ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി ഇവിടെ ഞാനൊരു പാനിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാല് 1 ലിറ്റർ പാലിന് 1/2 കപ്പ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ബൗൾ നിറച്ചും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 8 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ പഞ്ചസാര. പിന്നെ ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒരു പാലുണ്ടല്ലോ, 1/2 കപ്പ് പാല് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പാല് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കൈയെടുക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകട്ടെ. അപ്പോൾ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തിക്ക് രൂപത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് തിക്കാണ്ട, ഈ ഒരു രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഒരു സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്കസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടും കേട്ടോ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണുപ്പിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചൂടോടെയും കഴിക്കുന്നതിന് നമുക്ക് മോശമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് തണുത്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ബദാം മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്